ഹലോ ഗായ്സ്, ഇറ്റ്സ് ക്രേസി വാം. നമുക്കിന്ന് സ്റ്റാൻഡേർഡ് 8 ബേസിക് സയൻസിൽ 6ാമത്തെ ചാപ്റ്റർ പഠിക്കാം. എന്താണ് രാസമാറ്റങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ബേസിക് ആയിട്ടുള്ള കുറച്ച് രാസമാറ്റങ്ങൾ, എത്ര തരത്തിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെ തരത്തിലുണ്ട് എന്നാണ് നമ്മൾ ഈ ചാപ്റ്റർ ബേസിക്കായിട്ട് പഠിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പത്തെ ചാപ്റ്ററിൽ എന്തോ പഠിച്ചത്? ആറ്റം, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും അടങ്ങിയ ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം എന്ന് പഠിച്ചു. പിന്നെ പിന്നെ നമ്മൾ പറഞ്ഞത് ശുദ്ധ പദാർത്ഥങ്ങളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു. അതായിരുന്നു പിന്നെ പറഞ്ഞത്. ശുദ്ധ പദാർത്ഥങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു. ഏതൊക്കെയായിരുന്നു പദാർത്ഥങ്ങളെ നമ്മൾ എന്തൊക്കെയായിട്ടാണ് തിരിച്ചത്? മൂലകങ്ങളെന്നും സംയുക്തങ്ങളെന്നും എന്നാണ് പറഞ്ഞത്. ഓർമ്മയുണ്ടോ? മൂലകങ്ങളും അതുപോലെ സംയുക്തങ്ങളും. എന്തോ വ്യത്യാസം സംയുക്തവും മൂലകവും തമ്മിലുള്ള? മൂലകം എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡിവൈഡ് ചെയ്ത് ചെറുതാക്കാൻ പറ്റത്തില്ല. മൂലകങ്ങളെ വീണ്ടും വിഘടിപ്പിച്ച് അല്ലെങ്കിൽ വേർതിരിച്ച് ഘടകങ്ങളാക്കി മാറ്റാൻ പറ്റത്തില്ല. സംയുക്തമാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഘടകങ്ങളാക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ സംയുക്തങ്ങളും മൂലകങ്ങളും രണ്ടെണ്ണം ഉണ്ട്. ഏതാണ്? ശുദ്ധപദാർത്ഥങ്ങൾ. ശുദ്ധപദാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലായിടത്തും ഒരേ സ്വഭാവം കാണിക്കുന്ന അല്ലെങ്കിൽ എല്ലാ കണികകളും ഒരേ സ്വഭാവം കാണിക്കുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ശുദ്ധപദാർത്ഥങ്ങളെന്ന് വിളിക്കുന്നത്. പിന്നെ നമ്മൾ ആറ്റം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ആറ്റങ്ങൾ കൂടിച്ചേർന്ന് തന്മാത്രകൾ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ചില ആറ്റങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ എന്തായിരിക്കും? അവർക്ക് സ്ഥിരത കിട്ടുന്നുണ്ട്. അങ്ങനെയുള്ളതാണ് ഹീലിയം ഒക്കെ പറഞ്ഞത്. പക്ഷേ ഹൈഡ്രജനും ഓക്സിജനും ഒക്കെ എങ്ങനെയാണ്? രണ്ട് തന്മാത്രകളായിട്ട് നിന്നാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അവർക്ക് സ്ഥിരത ലഭിക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള തന്മാത്രകൾ നമ്മൾ ദ്വയറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. പിന്നെ നമ്മൾ P4 S8 ഒക്കെ പറഞ്ഞായിരുന്നു. ഓർമ്മയുണ്ടോ? അതൊക്കെ എന്താണ്? ഒന്നിലധികം തന്മാത്രകൾ അല്ലെങ്കിൽ രണ്ടിലധികം തന്മാത്രകൾ ചേർന്ന് രൂപപ്പെട്ട, അല്ലെങ്കിൽ പറഞ്ഞപ്പോൾ മാറിപ്പോയി, രണ്ടിലധികം ആറ്റങ്ങൾ ചേർന്ന് രൂപപ്പെട്ട തന്മാത്രകളാണ് P4 S8 ഒക്കെ. ഇതൊക്കെ എന്താണ്? ബഹു അറ്റോമിക കണികകൾ അല്ലെങ്കിൽ തന്മാത്രകൾ എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തുവാ? നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്താണ്, ഒരു രാസപ്രവർത്തനം എന്തുവാണെന്ന് പഠിച്ചു. ഓർമ്മയുണ്ടോ? അതിൽ നമ്മുടെ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്ന പങ്കെടുക്കുന്ന പദാർത്ഥങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കും? അഭികാരകങ്ങൾ എന്ന് വിളിക്കും. അഭികാരകങ്ങൾ. അത് കഴിഞ്ഞ് ആ പ്രവർത്തനത്തിന് ശേഷം നമുക്ക് ലഭിക്കുന്ന സാധനങ്ങളെ നമ്മൾ എന്തെന്ന് പറയും? ഉൽപ്പന്നങ്ങൾ എന്ന് വിളിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ അഭികാരങ്ങളെയും ഉൽപ്പന്നങ്ങളെയൊക്കെ ചേർത്ത് നമ്മൾ എഴുതുന്ന ആ ഒരു ഇക്വേഷന് എന്തുവാണ്? ഈ അമ്പടയാളത്തിൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തുമായിട്ട് എഴുതുന്ന ഈ ഇക്വേഷനുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? രാസസമവാക്യങ്ങൾ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ ആ രാസസമവാക്യത്തെ സമീകരിക്കാനും പഠിച്ചു. സമീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ആറ്റങ്ങളുടെയും അല്ലെങ്കിൽ കണികകളുടെയും എണ്ണം സെയിം ആക്കുന്ന രീതിക്ക് എഴുതിയെടുക്കുക. അതിനാണ് നമ്മൾ സമീകരണം എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചത്. നമുക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് ടൈപ്പ് ഓഫ് രാസമാറ്റങ്ങൾ മാത്രമേ പഠിക്കാവുള്ളൂ. ഓക്കെ. നമുക്ക് എന്താ നോക്കാം? രാസമാറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു മാറ്റമാണ്. ജലം നീരാവിയാകുന്നു, വിറക് കത്തുന്നു, ഇരുമ്പ് തുരുമ്പിക്കുന്നു, മെഴുകുരുകുന്നു, പടക്കം പൊട്ടുന്നു, വിറക് വെട്ടുന്നു. ഇതിനെ നമ്മൾ കാറ്റഗറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ജലം നീരാവിയാവുകയാണ്. ജലം നീരാവിയാവുന്നു എന്ന് പറഞ്ഞാൽ ജലം ഒരവസ്ഥയിൽ നിന്ന് വേറൊരവസ്ഥയിലോട്ട് മാറി. അപ്പോൾ ആ മാറ്റം എന്തെന്നല്ല, അത് അങ്ങനെ തന്നെ നിൽക്കുന്നില്ല. വീണ്ടും നമ്മൾ തണുപ്പിച്ചാൽ എന്താവും? ജലമാവും. പക്ഷേ വിറക് കത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തായത്? ചാരമായി. പിന്നെ അതിനെ വിറകാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ മാറ്റങ്ങൾ എന്താണ്? രാസഘടന മാറ്റുന്ന രീതിക്കുള്ള മാറ്റങ്ങളാണെങ്കിൽ അവയെ നമ്മൾ എന്തെന്ന് വിളിക്കും? രാസമാറ്റം എന്ന് വിളിക്കും. ഓക്കെ. ഇനി ജലം മാറുന്നു എന്ന് പറഞ്ഞാൽ അവസ്ഥയിലാണ് മാറ്റം വരുന്നത്. ആ സാധനം അത് തന്നെയാണ്, പുതിയ സാധനമൊന്നും ഉണ്ടാവുന്നുമില്ല. അതിനെ നമ്മൾ ഭൗതിക മാറ്റം എന്ന് വിളിക്കും. ഇതെവിടെയോ പറഞ്ഞിട്ടുണ്ട്, എവിടെയാണെന്ന് ഓർക്കുന്നില്ലേ. അപ്പം ഇരുമ്പ് തുരുമ്പിക്കുന്നത് എന്താണ്? രാസമാറ്റമാണ്. തുരുമ്പെന്ന് പറയുന്നൊരു പുതിയ വസ്തു ഉണ്ടായി. അതുപോലെ മെഴുകുരുകുന്നതാണെങ്കിലോ അതെന്തുവാ? ഉരുകിയ മെഴുകിനെ നമുക്ക് എടുത്ത് വീണ്ടും ഉരുക്കി എന്തുണ്ടാക്കാം? മെഴുകുതിരി ഉണ്ടാക്കാം. അപ്പോൾ അതൊരു ഭൗതിക മാറ്റമാണ്. ഇനി പടക്കം പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലതും ഉണ്ടോ അതിൽ? ഇല്ല. അപ്പോൾ അതെന്താണ്? അത് രാസമാറ്റമാണ്. ഇനി വിറക് വെട്ടുന്നു എന്ന് പറഞ്ഞാലോ, വെട്ടിക്കഴിഞ്ഞാൽ എന്താ വേണത്? വിറകിൻ്റെ തന്നെ പൊളികളാവുകയായിരിക്കും ചെയ്യുന്നത്. പുതിയ ഒരു സാധനം ഉണ്ടാകുന്നില്ല. അത് വലിയ പീസായിട്ടിരുന്നത് ചെറിയ പീസായെന്നേ ഉള്ളൂ. അതൊരു ഭൗതിക മാറ്റമാണ്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങളാണ് ഉള്ളത്. ഒന്ന് ഭൗതിക മാറ്റവും ഒന്ന് രാസമാറ്റവും. രാസഘടനയിൽ മാറ്റം വരുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? രാസമാറ്റം എന്ന് പറയുന്നത്. ഭൗതിക മാറ്റം എന്ന് പറയുന്നത് എന്താണ്? അവസ്ഥയ്ക്ക് മാത്രം എന്തെങ്കിലും ചെറിയ ചേഞ്ച് വരും. വീണ്ടും അതിനെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് തിരിച്ച് മാറ്റാൻ പറ്റുന്ന രീതിക്കുള്ളതായിരിക്കും. ഇനി ഇവിടെ എന്ത് എഴുതിയേക്കുന്നത്? ഭൗതിക മാറ്റത്തിൽ പദാർത്ഥങ്ങളിലെ തന്മാത്രാ ക്രമീകരണം എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെടുന്നത് മാത്രമാണ് ചെയ്യുന്നതെന്ന്. അതായത് ഭൗതികാവസ്ഥയിൽ തന്മാത്രാ ക്രമീകരണമാണ് മാറുന്നത്, അല്ലാതെ
പുതുതായിട്ടൊന്നും ഉണ്ടാവുകയോ അങ്ങനെ ചെയ്യുന്നില്ല. ഇതൊരു താൽക്കാലിക മാറ്റമാണ്. ഭൗതിക മാറ്റം ഒരു താൽക്കാലിക മാറ്റമാണ്, സ്ഥിരമായിട്ടുള്ള മാറ്റമല്ല. പിന്നെ എന്നാൽ രാസമാറ്റത്തിൽ പദാർത്ഥം പൂർണ്ണമായി പുതിയ പദാർത്ഥമായിട്ട് മാറുകയാണ് ചെയ്യുന്നത് രാസമാറ്റത്തിൽ. അതുപോലെ തന്നെയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നു. ഇതൊരു സ്ഥിരമാറ്റമാണ്. നമ്മൾ വിറക് കത്തിച്ചു കഴിഞ്ഞാൽ വിറകെന്ന് പറയുന്ന അത് പോയതിന് ശേഷം കരിയാണ് ആവുന്നത്. കരി ആവുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? പുതിയ പദാർത്ഥമല്ലേ കരി എന്ന് പറയുന്നത്. അപ്പോൾ കരി എന്ന് പറയുന്നത് ഒരു പുതിയ പദാർത്ഥം ഉണ്ടായി. ഇനി ആ കരിയിൽ നിന്ന് തിരിച്ച് വിറക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ ഉണ്ടായ മാറ്റം സ്ഥിരമായിട്ടുള്ളൊരു മാറ്റമാണ്. അപ്പോൾ ഭൗതിക മാറ്റത്തെയും അതേപോലെ രാസമാറ്റത്തെയും നമ്മൾ തരം തിരിക്കുകയാണെന്ന് വെച്ചു. അപ്പോൾ ഭൗതിക മാറ്റം എന്താണ്? ഒരു താത്കാലികമായിട്ടുള്ള മാറ്റമാണ്. അല്ലെങ്കിൽ അതിനെ എന്തോ എഴുതിയേക്കുന്നത്, എന്തോ ഒരു പേര് പറഞ്ഞായിരുന്നല്ലേ, അത് തന്നെ താത്കാലികം തന്നെ. താൽക്കാലികമായിട്ടുള്ള മാറ്റമാണ് ഭൗതിക മാറ്റം. ഇതൊരു സ്ഥിര മാറ്റമാണ് എന്ത്? രാസമാറ്റം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പഠിച്ചത് എന്തുവാ? ഭൗതിക മാറ്റത്തിൽ പുതിയ പദാർത്ഥം ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, പുതിയ പദാർത്ഥം ഇല്ല. പുതിയ പദാർത്ഥം ഇല്ല. ഇനി ഇപ്പുറത്താണെങ്കിലോ പുതിയ പദാർത്ഥം എന്ത് ചെയ്യുന്നു? പുതിയ പദാർത്ഥം ഉണ്ടാകുന്നു. പദാർത്ഥം ഉണ്ടാകുന്നു. ഇനി എന്തോ വേറെന്തോ പഠിച്ച്? ഉണ്ടാകുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പറഞ്ഞത്? ഇവിടെ തന്മാത്രാ ക്രമീകരണത്തിലാണ് മാറ്റം. തന്മാത്രാ ക്രമീകരണത്തിൽ ക്രമീകരണം മാറുന്നു. അവിടെ തന്മാത്രാ ക്രമീകരണം മാറുന്നു. ഇവിടെ ഇത് ടോട്ടലി എന്താണ്? പദാർത്ഥം പൂർണ്ണമായും മാറുന്നു. പദാർത്ഥം പൂർണ്ണമായും പുതുതായിട്ട് മാറുകയാണ്. അതായത് പൂർണ്ണമായും മാറുന്നു. കുഴപ്പമില്ലല്ലോ. ഓക്കെ അല്ലേ? ഭൗതിക മാറ്റം, രാസമാറ്റം. ഇനി നമുക്ക് അടുത്ത എന്തോ എവിടെ എഴുതിയേക്കുന്നത് നോക്കാം. ഭൗതിക മാറ്റത്തിൽ തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റം മാത്രമാണ് നടക്കുന്നത്. അതിനാൽ ഇതിനെ പഴയ അവസ്ഥയിലേക്ക് എളുപ്പം മാറ്റാൻ കഴിയും. രാസമാറ്റത്തിൽ പുതിയ തന്മാത്രകൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. രാസമാറ്റത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് പറയുന്നത്? പുതിയ തന്മാത്രകൾ ഉണ്ടാകും. ഓക്കെ, അതിനാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഭൗതിക മാറ്റമാണ് നടക്കുന്നതെങ്കിൽ നമുക്കതിനെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ രാസമാറ്റത്തിൽ ഒരു തവണ നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്? നമുക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരാനൊന്നും പറ്റത്തില്ല. അതിന് എക്സാമ്പിൾസ് കുറച്ച് എന്താണ് രാസപ്രവർത്തനമൊക്കെ കൊടുത്തിരിക്കുന്നതാണ്. അതിൽ മഗ്നീഷ്യം വായുവിൽ കത്തിക്കുന്നതും അങ്ങനെയൊക്കെ ഉള്ള പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി അതിൽ ആദ്യത്തെ പഠിക്കാനുള്ളത് താപരാസ പ്രവർത്തനമാണ്. ഇതെല്ലാം ഒരേപോലാണ് പോകുന്നത്. അതുകൊണ്ട് ഇത് പഠിക്കാൻ എളുപ്പമാണ്. താപരാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു രാസപ്രവർത്തനം എന്തെന്നായിരുന്നു? ഒരവസ്ഥയിൽ നിന്ന് വേറെ അവസ്ഥയിലേക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനം വഴി മാറുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് രാസപ്രവർത്തനം എന്ന് പറയാം. അതായത് അതിൻ്റെ എന്താണ് രാസമാറ്റമല്ലേ നമ്മൾ മെയിനായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. പുതിയ രണ്ടെണ്ണം പ്രവർത്തിക്കുന്നു, പുതിയ എന്തെങ്കിലും ഉണ്ടാവുന്നുവെങ്കിൽ അതിനെ രാസമാറ്റം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ താപരാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ രാസപ്രവർത്തനത്തിൽ എവിടെയെങ്കിലും ആര് വരണം? താപം വരണം. അത്രയേ ഉള്ളൂ. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ ഒരെണ്ണം കൊടുത്തേക്കുന്നത് എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തിടുമ്പോൾ എന്ത് പറ്റും? അത് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപമായിട്ടാണ് പുറത്തു വരുന്നത്. അപ്പം ഈ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ, ഈ ആരോയുടെ ഇപ്പുറത്ത് കിടക്കുന്നവരാരാണ്? അഭികാരകങ്ങളെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് അഭികാരകങ്ങളും ഈ ആരോയുടെ ഇപ്പുറത്തെ സൈഡിൽ വരുന്ന ഈ മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും താപവും എല്ലാം എന്തുവാണ്? ഉത്പന്നങ്ങളുമാണ്. ഓക്കെ, അപ്പം ഇവിടെ ഉൽപ്പന്നമായിട്ട് കിട്ടുന്നൊരു സാധനമാണ് എന്ത്? താപം. ഈ രാസപ്രവർത്തനം നടക്കുമ്പോൾ ഒരു ഉൽപ്പന്നമാണ് എന്തെന്ന് പറയുന്നത്? താപം എന്ന് പറയുന്നത്. ഇനി നമ്മൾ വേറൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പൊട്ടാസ്യം പെർമാംഗനേറ്റും താപവും കൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ പൊട്ടാസ്യം മാംഗനേറ്റും അതുപോലെ മാംഗനീസ് ഡയോക്സൈഡും ഓക്സിജനും ഉണ്ടാകുന്നു. ഇവിടെ ഇതിൻ്റെ അകത്താണെങ്കിൽ ഇവിടെ എന്തോ കിടക്കുന്നത്? ഇവിടെ അഭികാരകമാണ് കിടക്കുന്നത്. ഇതെന്തുവാണ്? ഉത്പന്നമാണ്. ഓക്കെ, അപ്പം ഈ അഭികാരകത്തിൻ്റെ കൂടെ ആര് കിടപ്പുണ്ട്? താപം കൊടുക്കുന്നത്. താപം കൊടുത്തിട്ടുള്ള പ്രവർത്തനമാണ്. താപം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? എന്തോ ഒരു പ്രവർത്തനം നടന്ന് ഓക്സിജനൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു രാസപ്രവർത്തനത്തിൽ ഉൽപ്പന്നമായിട്ടോ അഭികാരകമായിട്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത് ആരുണ്ടാവുന്നെങ്കിൽ താപം വരുവാണെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? താപരാസപ്രവർത്തനം എന്ന് വിളിക്കും. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. താപം ആഗിരണം ചെയ്യുന്നത് അല്ലെങ്കിൽ താപം പുറത്തു വിടുന്നത്. താപം ആഗിരണം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഭികാരകമായിട്ട് താപം വരുന്നതാണ്. താപം പുറത്തു വിടുന്നതെന്ന് പറഞ്ഞാൽ ഉൽപ്പന്നമായിട്ട് താപം പുറത്തു വരുന്നതാണ്. ഇത് രണ്ടും വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? നിത്യജീവിതത്തിൽ താപം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കും താപം പുറത്തു വിടുന്ന പ്രവർത്തനങ്ങളും ഉണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? താപരാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. താപരാസ പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ താപത്തെ സ്വീകരിക്കുകയോ പുറത്തു വിടുകയോ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? താപരാസ പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി അതിന് രണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. എന്താ? താപം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളെ എന്തെന്ന് വിളിക്കും? താപമോചക പ്രവർത്തനങ്ങൾ അഥവാ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് വിളിക്കും.
താപം മോചിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. താപം പുറത്തുവിടുന്നു എന്ന് പറഞ്ഞാൽ താപത്തെ മോചിപ്പിക്കുന്നു. അപ്പോൾ ആഗിരണം ചെയ്യുന്ന എന്താണ്? താപ ആഗിരണ പ്രവർത്തനങ്ങളെന്ന് വിളിക്കുന്നു. കുഴപ്പമില്ലല്ലോ. എൻഡോതെർമിക്കും എക്സോതെർമിക്കും. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് പോകുന്നു, എൻഡോ എന്ന് പറഞ്ഞാൽ അകത്തോട്ട് വരുന്നു എന്ന് ഓർത്താലും മതി. അപ്പോൾ താപരാസപ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ രാസപ്രവർത്തനത്തിൽ ഒന്നുകിൽ താപം എന്ത് ചെയ്യും? സ്വീകരിക്കും. താപം സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും നമ്മൾ? താപ ആഗിരണ പ്രവർത്തനം അഥവാ എൻഡോതെർമിക് എന്ന് വിളിക്കും. ഓക്കെ. ഇനി താപത്തെ പുറത്തുവിടുന്ന രാസപ്രവർത്തനമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്തെന്ന് പറയും? താപമോചകം അല്ലെങ്കിൽ എക്സോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയും. ഓക്കെ അല്ലേ? താപരാസപ്രവർത്തനം കുഴപ്പമില്ലല്ലോ. നമുക്ക് പ്രകാശ രാസപ്രവർത്തനം പറയും. ഈ പറഞ്ഞ അതേ കോൺസെപ്റ്റ് ആണ്. ഒരു രാസപ്രവർത്തനത്തിൽ പ്രകാശത്തെ സ്വീകരിച്ചിട്ടാണ് എന്ത് പറ്റുന്നത്? നമ്മൾ പ്രവർത്തനം ചെയ്യുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇതിൻ്റെ ഫലമായിട്ട് പ്രകാശം ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രകാശ രാസപ്രവർത്തനം എന്ന് പറയാം. ഫോട്ടോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ രാസപ്രവർത്തനമാണല്ലോ പ്രകാശ സംശ്ലേഷണം. ഈ പ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്താണ് സസ്യങ്ങൾ എന്ത് നിർമ്മിക്കുന്നത്? ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പ്രവർത്തന സമവാക്യം കൊടുത്തേക്കുന്നുണ്ടോ? വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം. ഇത് ഇങ്ങനത്തെ ഒക്കെ ചോദിച്ചിട്ടേ ഗ്യാപ്പ് വല്ലതും ഫില്ല് ചെയ്യാനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ എങ്ങനെ വേണേൽ ചോദിക്കാമല്ലോ. അപ്പോൾ ജലം, കാർബൺ ഡൈ ഓക്സൈഡ്, പ്രകാശം കൂടെ വർക്ക് ചെയ്യുമ്പോൾ, അതായത് പ്രകാശ സംശ്ലേഷണം എങ്ങനെയാണ് നടക്കുന്നത്? സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലവും ലവണങ്ങളും ഒക്കെ ആഗിരണം ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് പ്രവർത്തിച്ചാണ് എന്തുണ്ടാകുന്നത്? സസ്യങ്ങൾ ആഹാരം ഉണ്ടാകുന്നതെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ ഉണ്ടാകുന്നുണ്ട്? ഗ്ലൂക്കോസ് ഉണ്ടാകുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്, അതുപോലെ ജലമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലല്ലേ? ഗ്ലൂക്കോസും ഓക്സിജനും വരെ ഉള്ളൂ കേട്ടോ. ഇതാണ് ആദ്യത്തെ സെറ്റ്. അതിൻ്റെ കെമിക്കൽ ഫോമിലാണ് താഴെ എഴുതിയിരിക്കുന്നത്. അപ്പം ജലവും കാർബൺ ഡൈ ഓക്സൈഡും പ്രകാശവും കൂടെ ചേർന്നിട്ട് എന്തൊക്കെ ഉണ്ടാകും? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാകും. അപ്പോൾ ഇവിടെ അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. 6H2O + 6CO2 ഗീവ്സ് CO2 പ്ലസ് പ്രകാശം ഗീവ്സ് C6H12 O6 എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ്, C6O2 എന്ന് പറഞ്ഞാൽ ഓക്സിജനും ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ഇങ്ങനെ ഉണ്ടാകുന്ന ഗ്ലൂക്കോസ് ആണ് സസ്യങ്ങളിൽ അന്നജവും മറ്റുമായി സംഭരിക്കുന്നത്. അപ്പം പ്രകാശ സംശ്ലേഷണം എന്താണ് ചെയ്യുന്നത്? പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു പറഞ്ഞ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിടുന്നത്. ഏതൊക്കെയാണ് പ്രകാശ സംശ്ലേഷണത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ? ഒന്ന് ഗ്ലൂക്കോസും ഒന്ന് ഓക്സിജനുമാണ് തന്നല്ലോ. ഇനി ഇവിടെ എന്തോ ചോദിച്ചിരിക്കുന്നത്? മിന്നാമിനുങ്ങിന്റെ ശരീരത്തിൽ നടക്കുന്ന രാസപ്രവർത്തനത്തിന്റെ ഫലമായാണ് പ്രകാശോർജ്ജം പുറത്തുവിടുന്നത്. കണ്ടിട്ടുണ്ടോ മിന്നാമിനുങ്ങിനെ? അതെങ്ങനെയാണ്? അതിൻ്റെ പുറകിന് ലൈറ്റ് കത്തുന്ന നമുക്ക് കത്തിക്കൊണ്ടിരിക്കും. മിന്നാമിനുങ്ങിൻ്റെ ശരീരത്തിലെ ലൂസിഫെറൈഡ്സ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറൈൻ ഓക്സിജനുമായി ചേർന്ന് ഓക്സിലൂസിഫെറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശം ഉത്സർജിക്കപ്പെടുന്നത്. ബയോലൂമിനിസെൻസ് എന്നാണ് ഈ പ്രതിഭാസം അറിയപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കുന്ന അല്ലെങ്കിൽ പ്രകാശത്തെ ഉണ്ടാക്കുന്ന ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബയോലൂമിനിസെൻസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പ്രോസസ്സ്, അതായത് മിന്നാമിനിയിൽ പ്രകാശം ഉണ്ടാകാനുള്ള കാരണം, മിന്നാമിനി പ്രകാശം പുറത്തുവിടുന്നില്ലേ, അതിനുള്ള കാര്യം എന്താണ്? ബയോലൂമിനിസെൻസ് ആണ്. ഈ പ്രതിഭാസം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഈ പ്രവർത്തന ഫലമായി ഉത്സർജിക്കപ്പെടുന്ന ഊർജത്തിൻ്റെ 95% പ്രകാശോർജ്ജമാണ്. അപ്പോൾ ഈ നടക്കുന്ന പ്രോസസ്സ് എന്തായിരുന്നു? ലൂസിഫെറൈഡ്സ് എന്ന എൻസൈമിൻ്റെ സാന്നിധ്യത്തിൽ ലൂസിഫെറിൻ ഓക്സിജനുമായി ചേർന്ന് എന്തുണ്ടാകുന്നു? ഓക്സിലൂസിഫെറിൻ ഉണ്ടാകുമ്പോഴാണ് പ്രകാശോർജ്ജം അതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട്, അതായത് അതിൻ്റെ കൂടെ ഉണ്ടാകുന്നത്. ആ ഉണ്ടാകുന്ന ഊർജ്ജത്തിൽ 95% എന്താണെന്നാണ് പറയുന്നത്? അത് പ്രകാശോർജ്ജമാണെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് മിന്നാമിനുങ്ങ് മിന്നുമ്പോൾ ചൂട് അനുഭവപ്പെടാത്തത്. അപ്പം ഉണ്ടാകുന്ന ഊർജ്ജത്തിൽ 95% ലൈറ്റും അതിലെന്തില്ല? ചൂടില്ല. നമ്മളിപ്പോൾ ബൾബൊക്കെ കത്തിയിടയ്ക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ചൂടെടുക്കത്തില്ലേ? മിന്നാമിന് ചൂടെടുക്കുന്നില്ലല്ലോ. കാര്യം എന്താ? ആ 95% ഉണ്ടായ പ്രകാശവും ഉണ്ടായ ഊർജ്ജവും പ്രകാശമായിട്ടാണ് മാറുന്നത്, അതിൽ താപമായിട്ട് മാറുന്നില്ല എന്ന്. അപ്പോൾ ഈ മിന്നാമിനുവിൻ്റെ വെളിച്ചത്തിന് കാരണം എന്താണ്? ബയോലൂമിനിസെൻസ് എന്ന് പറയുന്ന പരിപാടിയാണ് കാരണം. ഇനി പ്രകാശ സംശ്ലേഷണം ജീവമണ്ഡലത്തിലെ പ്രധാന രാസപ്രവർത്തനമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ഹരിതസസ്യങ്ങൾ അത്യാവശ്യമാണല്ലോ. പ്രകൃതിയിലെ ആഹാര നിർമ്മാണശാലയാണ് ഇലകൾ. സസ്യങ്ങളിലെ ഹരിതകണങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ജലവും കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ച് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നതാണ് നമ്മൾ തൊട്ട് മോളിൽ പറഞ്ഞത്. ഈ ഗ്ലൂക്കോസാണ് അന്നജമായി മാറി ഇലകളിലും പഴങ്ങളിലും കിഴങ്ങുകളിലും ഒക്കെ സംഭരിക്കപ്പെടുന്നത്. ഈ രീതിയിൽ ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ ഹരിതസസ്യങ്ങൾക്ക് മാത്രമേ കഴിയൂ.
അപ്പോൾ എന്താണ് ഈ പറയുന്ന ഹരിത കണങ്ങൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെയും ജലത്തെയും ഉപയോഗിച്ച് എന്തുണ്ടാക്കുന്നു? ഗ്ലൂക്കോസും ഓക്സിജനും ഉണ്ടാക്കുന്നു. ഈ പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്കിനി വെയിലത്ത് കറുത്തു പോകും ലവണം. അതായത് ഇപ്പം പറഞ്ഞ ഈ പ്രകാശത്തിന്റെ ഇതാണ് പറഞ്ഞത്. പ്രകാശത്തെ ആഗിരണം ചെയ്തിട്ട് എന്തുണ്ടാകുന്നു? എന്തെങ്കിലും ഒരു രാസപ്രവർത്തനം നടത്തുന്ന കാര്യമാണ് പറയുന്നത്. അതാണ് എക്സാമ്പിളാണ് ഈ പറയുന്നത്. എന്താണ്? പ്രകാശോർജ്ജം ആഗിരണം ചെയ്തതിന്റെ ഫലമായിട്ട് സിൽവർ ബ്രോമൈഡ്, അതായത് സിൽവർ ബ്രോമൈഡ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? അത് പ്രകാശത്തെ ആഗിരണം ചെയ്ത് കഴിഞ്ഞാൽ അത് വിഘടിച്ച് സിൽവർ അവശിഷ്ടപ്പെടും. അപ്പോൾ കറുത്ത കളർ എങ്ങോട്ടാവും? അത് എന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിറം മാറും, കളർ മാറും. അപ്പോൾ ചില മരുന്നുകൾ, രാസവസ്തുക്കൾ എന്നിവ ഇരുണ്ട കുപ്പികളിൽ സൂക്ഷിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അതായത് ചിലതൊക്കെ എന്താണ്, നമ്മൾ ഡാർക്ക് ആയിട്ടുള്ള കുപ്പികളിലായിരിക്കും വെച്ചേക്കുന്നത്. കാര്യം എന്താ? അതിനകത്ത് സൂര്യപ്രകാശം തട്ടരുത്. തട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ രാസഘടന മാറും. ഓക്കെ, അതുകൊണ്ട് കറുത്ത കുപ്പിക്കകത്തായിരിക്കും ചില സാധനങ്ങളൊക്കെ എന്ത് ചെയ്തേക്കുന്നത്, വെച്ചിരിക്കുന്നത്. ഇനി പ്രകാശോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന രാസപ്രവർത്തനം നമ്മൾ എന്ത് വിളിക്കും? പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. താപത്തെ ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും? താപരാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും. അതിനകത്ത് താപ മോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്? താപത്തെ ഉൽപ്പന്നമായിട്ട് പുറത്തേക്ക് വിടുന്നത്. താപം അകത്തോട്ട് വരുന്ന പ്രവർത്തനമാണെങ്കിൽ താപ ആഗിരണ പ്രവർത്തനമാണ്. ഇത് പുറത്തു വിടുന്നതിന് നമ്മൾ എക്സോതെർമിക് എന്നും അകത്തോട്ട് വരുന്നതിന് നമ്മൾ എന്തെന്ന് വിളിക്കും? എൻഡോ തെർമിക് എന്നും വിളിക്കും. കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് വൈദ്യുത രാസപ്രവർത്തനത്തിലേക്ക് വരാം. വൈദ്യുത രാസപ്രവർത്തനം ഇതേ കാര്യം തന്നെയാണ്. വൈദ്യുതിയെ എവിടെയെങ്കിലും രാസപ്രവർത്തനത്തിന്റെ സമയത്ത് ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അതെന്തായിരിക്കും? വൈദ്യുത രാസപ്രവർത്തനമായിരിക്കും. അതിനാണ് ഇവിടെ ഒരു പരീക്ഷണമൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പരീക്ഷണത്തിന്റെ കാര്യമൊന്നും നമുക്ക് വലുതായിട്ട് നോക്കണ്ട. അതായത് ഇപ്പോൾ അതായത് പറയുന്നത് എന്താ, ഒരു കറണ്ട് മീൻസ് ഒരു ഇലക്ട്രിക് സർക്യൂട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാർബൺ 2 കൊടുത്തിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റിന്റെ നേർപ്പിച്ച ലായനിയാണ് വെച്ചേക്കുന്നത്. കറണ്ട് ഇതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ എന്ത് പറ്റും? ഇതിനകത്ത് കോപ്പർ അതിന്റെ കണങ്ങൾ ഈ പറയുന്ന കാർബൺ 2 എന്ത് ചെയ്യും? പറ്റി പിടിച്ചിട്ട് ഈ കോപ്പർ സൾഫേറ്റിന്റെ നീല നിറം കുറയും, അല്ലെങ്കിൽ ഇല്ലാതാവും. അതാണ് ചെയ്യുന്നത്. അതായത് കോപ്പർ സൾഫേറ്റ് ലായനിയിലുണ്ടായ നിറമാറ്റവും കാർബൺ 2 കോപ്പർ നിക്ഷേപിക്കപ്പെട്ടതും ലായനിക്ക് രാസമാറ്റം സംഭവിച്ചു എന്നതിന്റെ തെളിവാണ്. അതുപോലെ നമുക്ക് ഈ പ്രവർത്തനത്തിൽ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്ത് കോപ്പർ സൾഫേറ്റ് വിഘടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം വൈദ്യുതി ആഗിരണം ചെയ്തിട്ടാണ് കോപ്പർ സൾഫേറ്റ് വിഘടിച്ച് കോപ്പറായിട്ട് എവിടെ പറ്റി പിടിക്കുന്നത്? ആ പറയുന്ന കാർബൺ 2 പറ്റി പിടിക്കുന്നത്. ഇനി ഇതാ ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഇലക്ട്രോലൈറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തി വിടുമ്പോൾ എന്ത് പറ്റും? ഇത് രാസമാറ്റത്തിന് വിധേയമാവും, അത് വിഘടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവയെല്ലാം ഇലക്ട്രോഡുകളാണ്. അപ്പോൾ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈദ്യുതി കയറി പോകുമ്പോൾ ഇവ എന്ത് ചെയ്യും? വിഘടിക്കും. അതിന് എക്സാമ്പിളാണ് സോഡിയം ക്ലോറൈഡും കോപ്പർ സൾഫേറ്റ്, സിൽവർ നൈട്രേറ്റ് എന്നിവ. ഇനി ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും ഇലക്ട്രോലൈറ്റുകളാണ്. അതായത് ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങളും എന്ന് പറയുന്നത് ഈ കോപ്പർ എന്ന് പറയുന്ന എന്താണ് ലവണങ്ങളും എന്ന് പറയുന്നത് തുടങ്ങിയവയെല്ലാം ഉരുകിയ അവസ്ഥയിൽ ജലീയ ലായനികൾ, അതായത് ഇവരെ എടുത്ത് ഉരുക്കിയാലും അവരെ എടുത്ത് ലയിപ്പിച്ചാലും എന്താവും? അതായത് ജലീയ ലായനി എന്ന് പറഞ്ഞാൽ ജലത്തിൽ ലയിപ്പിച്ച് ലായനിയാക്കുന്നതാണ്. ആക്കിയാലും അവ എന്തായിട്ട് വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്? ഇലക്ട്രോലൈറ്റ് ആയിട്ട് പ്രവർത്തിക്കും. എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടെ വൈദ്യുതി കയറി കഴിയുമ്പോൾ അവരെന്ത് ചെയ്യും? സ്പ്ലിറ്റ് ചെയ്യും. അതാണ് ഇലക്ട്രോലൈറ്റുകളിലേക്കുള്ള വൈദ്യുതി കടത്തിവിടുന്ന ബാറ്ററിയുടെ ധ്രുവങ്ങളുമായി ബന്ധിപ്പിച്ച ദണ്ഡുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയുന്നു. അപ്പം ഏത് ബാറ്ററിയുടെ എൻഡിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇതിലല്ലേ, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ ദണ്ഡുകളെ ഇലക്ട്രോഡുകൾ എന്ന് പറയും. അതിന് എന്തെന്ന് വിളിക്കും? ഇലക്ട്രോഡുകൾ എന്നാണ് പറയുന്നത്. ഈ കണക്ഷനിൽ വരുന്ന എന്താണ് ബാറ്ററി ഇവിടെ ധ്രുവവുമായി ഘടിപ്പിച്ചിരിക്കുന്ന ദണ്ഡുകളെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇലക്ട്രോഡുകൾ എന്ന് വിളിക്കുന്നു. കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മുടെ പദാർത്ഥം വിഘടനത്തിന് വിധേയമാകുന്ന പ്രവർത്തനത്തെ വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. എന്താണ് വൈദ്യുത വിശ്ലേഷണം? ഇലക്ട്രോളിസിസ് എന്നാണ് പറയുന്നത്. എന്ത് ചെയ്യുവാണ്? അതാണ്ട് ഇവിടെ ഒരു കോപ്പറും ഉണ്ട്, ഇവിടെ ഒരു സിങ്കും ഉണ്ട്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡിനകത്താണ് എന്തിനെ എത്തി വെച്ചേക്കുന്നത്? ഇതിനെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന പോലെ വെച്ചിട്ട് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എൽ ഇ ഡി കത്തും. എൽ ഇ ഡി കത്തുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആസിഡും അതിൽ താഴ്ത്തി വെച്ചിരിക്കുന്ന ലോഹങ്ങളും തമ്മിലുള്ള രാസപ്രവർത്തന ഫലമായി ഇവിടെ എന്തുണ്ടായി? വൈദ്യുതി ഉണ്ടായി. അപ്പം രാസപ്രവർത്തനം വഴി വൈദ്യുതി ഉണ്ടാകുന്ന സംവിധാനത്തെയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചില്ലേടേ, അത് തന്നെ. വൈദ്യുതി എന്തുവായിരുന്നു? നേരത്തെ താപം വന്നു, പിന്നെ നമ്മൾ വേറെന്തോ വന്നു പറഞ്ഞത്? പ്രകാശം വന്നു. അപ്പം വൈദ്യുതി
ഈ വൈദ്യുതി അഭികാരങ്ങളുടെ കേസിൽ വരുമ്പോൾ അല്ലെങ്കിൽ വൈദ്യുതി കടത്തിവിട്ട് വിഘടിപ്പിച്ച് രാസപ്രവർത്തനം നടത്തുകയാണെന്ന് വെച്ചോ, ആ പ്രോസസ്സിനെ എന്തെന്ന് പറയും നമ്മൾ? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. വൈദ്യുതി ഒരു എന്തിലെങ്കിലും കൂടെ, അതായത് ഒരു സൊല്യൂഷനിൽ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൽ കൂടെ കയറ്റി അതിനെ എന്താക്കുന്നു? വിഘടിപ്പിക്കുന്ന പ്രവർത്തനം. വിഘടന ഫലമായിട്ട് പുതുതായിട്ട് എന്തെങ്കിലും സാധനം ഉണ്ടാവും, നേരത്തെ ഉള്ളതായിരിക്കത്തില്ല. അങ്ങനെ ഉണ്ടാകുമ്പോഴത്തേക്ക് എന്താ പറയുന്നത്? അപ്പോൾ ആ ടൈപ്പ് ഓഫ് പ്രവർത്തനങ്ങൾ, അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങൾ നമ്മൾ എന്തെന്ന് പറയും? വൈദ്യുത വിശ്ലേഷണം എന്ന് പറയും. ഇനി തിരിച്ച് ഇവിടെ ഒരു കോപ്പർ, ഇതൊരു സിങ്കിൻ്റെ ദണ്ടും ഇതൊരു കോപ്പറിൻ്റെ ദണ്ടും എടുത്ത് വെച്ചിട്ട് അതിന് രണ്ടിനെയും കൂടെ സൾഫ്യൂരിക് ആസിഡിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു കണക്ഷൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഈ കണക്ഷൻ ഓൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ലൈറ്റ് കത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന സർക്യൂട്ടിൽ വൈദ്യുതി ഉണ്ടായിന്നല്ലേ, ഇവിടെ സെല്ലൊന്നും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊരു സെല്ല് പോലെ ആക്ട് ചെയ്തു. എന്താണ്? ഈ കോപ്പറും സിങ്കും അതുപോലെ നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡും ഒരു സെല്ല് പോലെ ആക്ട് ചെയ്തിട്ട് വൈദ്യുതി ഉണ്ടായി എന്ന് പറയുമ്പോൾ വൈദ്യുതി എന്തായി? ഉൽപ്പാദിപ്പിക്കപ്പെടുകയല്ലേ ചെയ്തത്. വൈദ്യുതി എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇവിടെ ഉണ്ടാകുന്നത്, ഉത്പന്നം. ഓക്കെ, വൈദ്യുതി ഒരു ഉൽപ്പന്നമായിട്ട് ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? വൈദ്യുത രാസസെല്ലുകൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. അതേ കാര്യം തന്നെയാണ് ഈ ചെറുനാരങ്ങയുടെ കേസിലുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തുണ്ടാക്കാമെന്നാണ് പറയുന്നത്? വൈദ്യുത രാസപ്രവർത്തനം വഴി നമുക്ക് എന്തുണ്ടാക്കാം? അതാണ് എഴുതിയിരിക്കുന്നത്. രാസപ്രവർത്തനം നടക്കുമ്പോൾ വൈദ്യുതോർജ്ജം ആഗിരണം ചെയ്യുകയോ പുറത്തുവിടുകയോ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ വൈദ്യുത രാസപ്രവർത്തനങ്ങൾ അഥവാ ഇലക്ട്രോ കെമിക്കൽ റിയാക്ഷൻസ് എന്നാണ് പറയുന്നത്. വൈദ്യുത രാസപ്രവർത്തനങ്ങൾ. അപ്പോൾ വൈദ്യുതി കടത്തിവിട്ട്, അതായത് ആഗിരണം ചെയ്യുന്ന പ്രവർത്തന ഫലമായാണ് എന്ത് നടക്കുന്നത്? വൈദ്യുത വിശ്ലേഷണം നടക്കുന്നത്. വൈദ്യുതി ഉണ്ടാക്കുന്ന പ്രവർത്തനം മൂലമാണ് വൈദ്യുത രാസസെല്ലുണ്ടാവുന്നത്. ഓക്കെ, വൈദ്യുത രാസസെല്ലല്ലേ പറഞ്ഞത്? വൈദ്യുത രാസസെല്ലുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പ്രോസസ്സ് ഈ രണ്ട് പ്രോസസ്സ് എന്തിലാണ് പറയുന്നത്? വൈദ്യുത രാസപ്രവർത്തനത്തിലാണ് പറയുന്നത്. ഇനി വൈദ്യുത ലേപനം, ഇത് കേട്ട് കാണും. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ലോഹത്തിൻ്റെ പുറത്ത് വേറൊരു ലോഹം പൂശുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അത് വൈദ്യുതി ഉപയോഗിച്ച് ഒരു ലോഹത്തിന് മേൽ മറ്റൊരു ലോഹം പൂശുന്നതിനെയാണ് വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. കടകളിൽ ലഭിക്കുന്ന സ്വർണം പൂശിയ ആഭരണങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? അതായത് വൈദ്യുതി ഉപയോഗിക്കുന്നു. അതായത് എന്താ ചെയ്തേക്കുന്നതിൽ? ലോഹ വസ്തുക്കളിൽ മറ്റു ലോഹങ്ങളുടെ നേർത്ത ആവരണം ഉണ്ടാക്കുന്നതിന് വൈദ്യുതി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? വൈദ്യുത ലേപനം എന്ന് പറയുന്നു. വൈദ്യുത ലേപനം വൈദ്യുത രാസപ്രവർത്തനമാണ്. വൈദ്യുത ലേപനം എന്ന് പറയുന്നത് എന്താണ്? ഒരു വൈദ്യുത രാസപ്രവർത്തനമാണ്. കാര്യം വൈദ്യുതി അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടോ എങ്കിൽ അത് വൈദ്യുത രാസപ്രവർത്തനമാണ്. ഒരു ഇരുമ്പ് വളയിൽ വെള്ളി പൂശുന്ന ക്രമീകരണത്തിൻ്റെ ചിത്രം കണ്ടോ? ഇത് ഇരുമ്പ് വളയാണ് തന്നല്ലോ. ഇതാണ് വെള്ളിയെങ്കിൽ വെള്ളി ഏത് സൈഡിൽ ഘടിപ്പിക്കണം? ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ ഏത് ഘടിപ്പിക്കണം? നമ്മുടെ ദണ്ട് ഘടിപ്പിക്കണം. ഇനി അതിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ ആരെ ഘടിപ്പിക്കണം? ഇരുമ്പ് വളയെ ഘടിപ്പിക്കണം. എന്നിട്ട് ഇതിൻ്റെ രണ്ടിനെയും കൂടെ ഇതാക്കി ഒരു ഇലക്ട്രോലൈറ്റ് എടുക്കണം. അതാണ് സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും മിക്സ്ചർ ആയിരിക്കും എടുക്കുന്നത്. ഇതെടുത്ത് ആ ലായനിക്കകത്ത് ഇതിനെ ഇറക്കി വെക്കുമ്പോൾ നമ്മൾ സ്വിച്ച് ഇടുമ്പോൾ ബാറ്ററി ഉള്ള സ്ഥിതിക്ക് എന്ത് വരും? വൈദ്യുതി കടന്നു പോകുമ്പോൾ എന്ത് വിഘടിക്കും? ഈ പറയുന്ന സിൽവർ വിഘടിച്ച് എന്ത് ചെയ്യും? ഈ വളയിൽ ചെന്ന് ഒറ്റിപ്പിടിക്കും. ഓക്കെ എന്നാണ് പറയുന്നത്. അപ്പോൾ കോപ്പറാണ് പൂശേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? ലായനി മാറ്റണം. അതുപോലെ ലായനി ഇപ്പോൾ സിൽവർ സയനൈഡിൻ്റെയും സോഡിയം സയനൈഡിൻ്റെയും ലായനിയാണ് വെച്ചേക്കുന്നത്. അത് മാറ്റിയിട്ട് എന്താക്കണമെന്നാണ് പറയുന്നത്? കോപ്പർ പൂശണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് ലായനിയും വെള്ളിക്ക് പകരം ഏത് തകിടും ആക്കണം? കോപ്പർ തകിടും ആക്കി മാറ്റിയാലേ ഈ വളയിൽ എന്ത് പൂശാൻ പറ്റൂ? കോപ്പർ പൂശാൻ പറ്റത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ. ഇനി രാസപ്രവർത്തനങ്ങളിൽ താപം, പ്രകാശം, വൈദ്യുതി എന്നീ ഊർജ്ജരൂപങ്ങൾ കൈമാറ്റം ചെയ്യുന്നുവെന്ന് മനസ്സിലാക്കിയല്ലോ. അപ്പം താപം കൈമാറ്റം ചെയ്യുന്നെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? താപരാസപ്രവർത്തനം എന്ന് വിളിക്കും. പ്രകാശം കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പ്രകാശ രാസപ്രവർത്തനം എന്ന് വിളിക്കും. വൈദ്യുതി കൈമാറ്റം ചെയ്യുന്നെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും? വൈദ്യുത രാസപ്രവർത്തനം എന്ന് വിളിക്കും. വലിയ കഥയൊന്നുമില്ല. ഊർജ്ജം ആഗിരണം ചെയ്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, ഊർജ്ജം പുറത്തുവിടുന്ന രാസപ്രവർത്തനങ്ങളും ഉണ്ട്. അത് മനസ്സിലായില്ലേ? താപോർജ്ജം പുറത്തുവിടുന്നതുകൊണ്ട് ആഗിരണം ചെയ്യുന്നുണ്ട്, വൈദ്യുതോർജ്ജം പുറത്തുവിടുന്നതുകൊണ്ട് ആഗിരണം ചെയ്യുന്നുണ്ട്, പ്രകാശോർജ്ജം പുറത്തുവിടുന്നത് കൊണ്ട് ആഗിരണം ചെയ്യുന്നതും ഉണ്ട്. അപ്പോൾ എന്തോ പറഞ്ഞേക്കുന്നത്? ഊർജ്ജം ആഗിരണം, ഇതെല്ലാം ഊർജ്ജരൂപങ്ങളാണല്ലോ, താപവും പ്രകാശവും വൈദ്യുതിയൊക്കെ. അപ്പോൾ ഊർജ്ജം ആഗിരണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ ഊർജാഗീരണ പ്രവർത്തനങ്ങൾ അഥവാ എൻഡോഎർജിക് റിയാക്ഷൻസ്, എക്സോർജിക്. ഓക്കെ, അപ്പം എന്നും ഊർജ്ജം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളെ ഊർജ്ജമോചക പ്രവർത്തനങ്ങൾ എന്നും എക്സോഎർജിക് റിയാക്ഷൻസ് എന്നും പറയുന്നു. ഇപ്പം ഊർജ്ജമോചകം എന്ന് പറഞ്ഞാൽ ഊർജ്ജം പുറത്തു വിടുന്നു, ഊർജ്ജാഗീരണം എന്ന് പറഞ്ഞാൽ ഊർജ്ജം സ്വീകരിക്കുന്നു.
അപ്പോൾ മാറ്റങ്ങളിൽ ശാസ്ത്രപുസ്തകത്തിൽ അതായത് രാസമാറ്റം അതുപോലെ പ്രധാന ഊർജ്ജമാറ്റം എങ്ങനെയാണ്. അന്നേരം അഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ താപോർജ്ജം പുറത്തു വരുന്നു. നമുക്ക് ഇതിന്ന് മോളിൽ പറഞ്ഞ കേസിൽ നിന്ന് എഴുതാവുന്ന കേസേ ഉള്ളത്, വലിയ കുഴപ്പമില്ല. ഇനി ഏതൊരു രാസപ്രവർത്തനം നടക്കുമ്പോഴും ഊർജ്ജമാറ്റം നടക്കുന്നുണ്ട്. അതായത് ഊർജ്ജം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്കോ അല്ലെങ്കിൽ ഊർജ്ജത്തിൻ്റെ ഇത് ചേഞ്ച് നടക്കുന്നുണ്ട് അവിടെ. ഇതിൽ ഏതൊരു ഊർജ്ജ രൂപമാണോ പ്രധാനമായും പുറത്തു വരികയോ ആഗിരണം ചെയ്യപ്പെടുകയോ ചെയ്യുന്നത് ആ ഊർജ്ജ രൂപവുമായി ബന്ധപ്പെട്ട പേരിലായിരിക്കും ആ രാസപ്രവർത്തനം അറിയപ്പെടുന്നതെന്ന്. അതായത് ഇപ്പം ഏറ്റവും കൂടുതൽ പുറത്തു വരുന്നത് എന്താണോ അതായിരിക്കും അതെന്താണോ. ഇപ്പോൾ താപമാണ് പുറത്തു വരുന്നതെങ്കിൽ താപരാസപ്രവർത്തനം, പ്രകാശമാണ് പുറത്തു വരുന്നതെങ്കിൽ പ്രകാശ രാസപ്രവർത്തനം. ഇത് രണ്ടുമല്ല വൈദ്യുതിയാണ് പുറത്തു വരുന്നതെങ്കിൽ വൈദ്യുത രാസപ്രവർത്തനം. അങ്ങനെ ആയിരിക്കും പേര് പോകുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പേരൊക്കെ എഴുതാനൊക്കെ എഴുതിയിരിക്കുന്നുണ്ട്. നമുക്കിനി വിവിധ തരം സെല്ലുകളിലോട്ട് പോവാം. സെല്ലുകൾ എന്തായിരുന്നു? വൈദ്യുത സ്രോതസ്സുകളെയാണ് സെല്ലുകളെന്ന് വിളിക്കുന്നത്. വ്യാപകമായി ഉപയോഗിക്കുന്ന വൈദ്യുത സ്രോതസ്സുകളാണ് എന്തെന്ന് പറയുന്നത്? സെല്ലുകൾ. രാസപ്രവർത്തനങ്ങൾ വഴി ഇവയിൽ വൈദ്യുതി ഉണ്ടാകുന്നത്. രാസപ്രവർത്തനം വഴിയാണ് എന്ത് ചെയ്യുന്നത്? വൈദ്യുതി ഉണ്ടാകുന്നത്. നാം നിത്യേന ഉപയോഗിക്കുന്ന വിവിധ സെല്ലുകളുടെ ചിത്രമാണ് എന്ത് ചെയ്തേക്കുന്നത്? കൊടുത്തേക്കുന്നത്. ഏതൊക്കെ ആവശ്യങ്ങൾക്കാണ് ഇവ ഉപയോഗിക്കുന്നത്? പട്ടിക നോക്കി മനസ്സിലാക്കുക. എന്തോ എഴുതിയേക്കുന്നത് നോക്കിയേ. സെല്ല് കൊണ്ട് ഉപയോഗിക്കുന്ന ഉപകരണമുണ്ട്. ഡ്രൈ സെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോകൾ, അതുപോലെ ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ ഇവയിലൊക്കെയാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ഡ്രൈ സെൽ എന്ന് യൂസ് ചെയ്യുന്നത്. ഇനി മെർക്കുറി സെൽ. ഡ്രൈ സെൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്ന സാധാരണ നമ്മൾ വാങ്ങിക്കുന്ന സെല്ലില്ലേടെ മറ്റേ എന്താണ് റേഡിയോയിലൊക്കെ ഇടും, ക്യാമറയിലൊക്കെ ഇടും, അതുപോലെ ക്ലോക്കിലൊക്കെ ഇടുന്ന ബാറ്ററി, അതിൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാറ്ററി എന്ന് പറയത്തില്ല, സെല്ലെന്നാണ് പറയുന്നത്. അതിനെ ഡ്രൈ സെൽ എന്നാണ് പറയുന്നത്. ഇനി മെർക്കുറി സെൽ എന്ന് പറഞ്ഞാൽ വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇങ്ങനെ വട്ടം കണക്കിരിക്കുന്ന സെല്ലുകളാണ്. അതുകൊണ്ട് ഈ കാണുന്നത് ഇതിനെയാണ് നമ്മൾ മെർക്കുറി സെൽ എന്ന് പറയുന്നത്. വാച്ചുകളിലും കാൽക്കുലേറ്ററുകളിലും ഇലക്ട്രോണിക് ഉപകരണങ്ങളിലൊക്കെ ഇടും. ഇനി നിക്കൽ കാഡ്മിയം സെല്ല് റീചാർജ് ചെയ്യാവുന്ന ടോർച്ചുകളിലും ക്യാമറകളിലും വരുന്നത് എന്താണ്? നിക്കൽ കാഡ്മിയം സെല്ലാണ്. ലിഥിയം അയോൺ സെൽ എന്ന് പറയുന്നത് മൊബൈൽ ഫോണിൻ്റെയും ലാപ്ടോപ്പിൻ്റെതൊക്കെ എന്താണ്? ലിഥിയം അയോൺ സെല്ലാണെന്നാണ് പറയുന്നത്. കുഴപ്പമില്ലല്ലോ. നമുക്ക് ചിലതൊക്കെ എന്താണ് ഈ ബാറ്ററികൾ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതും മറ്റൊന്നും എന്താണ് റീചാർജ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള സെല്ലുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഒരു സാധനം കൊടുത്തു. വൈദ്യുത ചാർജുള്ള കണികകൾ. ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലികളുടെയും ലായനികൾ പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത പ്രവർത്തനത്തിൽ അവ യഥാക്രമം നെഗറ്റീവ് ഇലക്ട്രോഡായും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. അതായത് ലവണങ്ങളുടെയും ആസിഡുകളുടെയും ആൽക്കലുകളുടെയും ലായനികളിൽ, അതായത് ഈ ലായനികളിൽ ഇലക്ട്രോലൈറ്റുകളുടെ കാര്യമാണ് പറയുന്നത്. അതിനകത്ത് പോസിറ്റീവ് ചാർജുള്ള കണങ്ങളും നെഗറ്റീവ് ചാർജുള്ള കണങ്ങളും ഉള്ളതിനാലാണ് വൈദ്യുത രാസപ്രവർത്തനത്തിൽ അവ യഥാക്രമം അതായത് നെഗറ്റീവ് ഇലക്ട്രോഡിലും പോസിറ്റീവ് ഇലക്ട്രോഡിലും സ്വതന്ത്രമാക്കപ്പെടുന്നത്. അതായത് നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ ആ രാസപ്രവർത്തനത്തിലേ എന്തുവായിരുന്നു കേട്ടോ, ഇത് പോസിറ്റീവ് ഇതിൽ ആണ് കൊടുത്തിരിക്കുന്നത്, ഇതെന്തുവാണ് നെഗറ്റീവിലോട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ജോയിൻ്റ് ആവുന്നത് എവിടെ അങ്ങോട്ട് പോകും. ഇവിടെ നിന്ന് സ്വതന്ത്രമാക്കപ്പെടുന്ന വെള്ളി എങ്ങോട്ട് ചെന്ന് കയറും? ഈ പറയുന്ന ഇരുമ്പ് വളയെന്ന് പറയുന്ന സെക്ഷനിലോട്ട് അവിടെ വന്ന് ജോയിൻ്റ് ആയി ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. എന്തുവാ അവിടെ ഇലക്ട്രോഡ് ഈ നെഗറ്റീവ് പോസിറ്റീവ് ഉള്ള സ്ഥിതിക്ക് ആ ഇലക്ട്രോലൈറ്റ് ആ നെഗറ്റീവും പോസിറ്റീവ് അനുസരിച്ചായിരിക്കും മൂവ്മെൻറ്റ് നടത്തുന്നതെന്ന്. ഇനി എവിടെ പോസിറ്റീവ് ഇലക്ട്രോണിലേക്ക് സ്വതന്ത്രമാക്കി. ഇങ്ങനെയുള്ള കണങ്ങളുടെ രാസസൂത്രം പട്ടികയിൽ തന്നിരിക്കുന്നത് ശ്രദ്ധിക്കാൻ. അതായത് ഈ കണങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അയോണുകൾ എന്ന് വിളിക്കുന്നത്. ചാർജ് ഉള്ള കണങ്ങളെയാണ് നമ്മൾ പൊതുവെ അയോണുകൾ എന്ന് വിളിക്കുന്നത്. സോഡിയം അയോണിന് എഴുതിയേക്കുന്നുണ്ടോ? ഇതൊരു പോസിറ്റീവ് അയോണാണ്. സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം, കോപ്പറൊക്കെ പോസിറ്റീവാണ്. N+, A+, Zn2+, മഗ്നീഷ്യം 2+, കാൽസ്യം 2+, കോപ്പർ 2+, അതൊക്കെ. നെഗറ്റീവുള്ള ഏതൊക്കെയാണ്? ക്ലോറൈഡ് Cl, അതുപോലെ കാർബണേറ്റ് CO3 2-, പിന്നെ സൾഫേറ്റ് SO4 2-, നൈട്രേറ്റ് NO3-, ഓക്സൈഡ് O2-, ബൈകാർബണേറ്റ് HCO3-. അയോണുകളുടെ ചാർജുകളുടെ അടിസ്ഥാനത്തിൽ അവ ചേർന്നുണ്ടാകുന്ന സംയുക്തങ്ങളുടെ രാസസൂത്രം കണ്ടുപിടിക്കാം. ഇതിനെപ്പറ്റി കൂടുതലായി അടുത്ത ക്ലാസ്സിൽ പഠിക്കുമെന്ന് വെച്ചാൽ 9 പഠിക്കുന്നു. അതായത് NaCl കിടക്കുന്നത്. NaCl എന്ന സോഡിയം ക്ലോറൈഡ് അല്ലേ, ഇതിന് പ്ലസും ഇത് ഇവിടെ ഒരു പ്ലസ്സും ഇവിടെ ഒരു മൈനസും അല്ലേ. അപ്പോൾ ഇവർ തമ്മിൽ എന്താവും? ജോയിൻ ചെയ്ത് ഒരു പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും കൂടെ ചേർന്ന് NaCl ആവും. അതേപോലെ പൊട്ടാസ്യവും ഒരെണ്ണം അല്ലേ ഉള്ളൂ പ്ലസ്, ഇവിടെ എന്താണ് മൈനസ് അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ ആരാവും? KCl ആവും. അങ്ങനത്തെ കാര്യമാണ് പറയുന്നത്. 9 പഠിക്കുമെന്ന്. ഇനി
പ്രകൃതി സൗഹൃദ മാറ്റങ്ങൾ. എന്ത് മാറ്റമാണ്? പ്രകൃതിയിൽ സ്വാഭാവികവും മനുഷ്യനിർമ്മിതവുമായ ധാരാളം രാസമാറ്റങ്ങൾ ഉണ്ടല്ലോ. അപ്പോൾ ഇവയെല്ലാം പ്രകൃതിയോട് ഇണങ്ങിച്ചേരുന്നവയാകണമെന്നില്ല. പ്രത്യേകിച്ച് മനുഷ്യൻ ഫാക്ടറികളിലും മറ്റും നടത്തിവരുന്ന രാസപ്രവർത്തനങ്ങൾ പ്രകൃതി മാറ്റങ്ങളോട് ഇണങ്ങിച്ചേരാൻ ശ്രമിക്കുമെങ്കിലും ഒരു പരിധി കടന്നാൽ ജൈവാവശിഷ്ടങ്ങൾ പോലും പ്രകൃതിയുടെ താളത്തിന് കോട്ടം വരുത്തുന്നതായി കാണാം. അപ്പോൾ ഫാക്ടറികളിൽ നിന്നെല്ലാം പുറത്തു വരുന്ന രാസപദാർത്ഥങ്ങളുടെ പ്രശ്നം ഇതിലും രൂക്ഷമാകുമല്ലോ. അതായത് രാസപ്രവർത്തനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്, അതുപോലെ പ്രകൃതിക്കും പലതരത്തിലുള്ള ദോഷം ഉണ്ടാകുന്നുണ്ട്. ഈ ഫാക്ടറികളിൽ നിന്ന് വരുന്ന വെള്ളം, അതുപോലെ അവരുടെ ബാക്കി മാലിന്യങ്ങൾ, അതിലൊക്കെ കെമിക്കൽസ് പലതരത്തിലുള്ളത് അടങ്ങിയിരിക്കുക. അത് നമ്മുടെ ഭൂമിയിൽ നമ്മുടെ പ്രദേശങ്ങളിലോട്ട് ചുമ്മാ ജലാശയങ്ങളിലോട്ടോ ഒക്കെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ജീവികളൊക്കെ ചത്തുപോകും. അതുപോലെ ഇത് കുടിക്കുന്ന വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നമാവും. അതുപോലെ ഭൂഗർഭ ജല സ്രോതസ്സുകളിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ അത് കഴിക്കുന്നവർക്ക് പ്രശ്നമാവും. ഇതിൻ്റെ ഇടയ്ക്ക് ഇപ്പം ഡൽഹിയിലല്ലോ ജമ്മുവിൻ്റെ അടുത്ത് ഏതോ ഒരു ഗ്രാമത്തിൽ ഇങ്ങനെ ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുടിവെള്ളം കുടിച്ച കുറേ പേര് മരിച്ചുപോയി, അസാധാരണ മരണമെന്നും പറഞ്ഞ് അവർ ചെക്ക് ചെയ്ത് വന്നപ്പോൾ എന്താണ്, കീടനാശിനിയുടെ അംശമായിരുന്നു ആ ജലത്തിൽ കണ്ടെത്തിയത്. അല്ലാതെ അവർ വേറൊന്നും ചെയ്തതല്ല. കിണറ്റിൻ്റെ വെള്ളത്തിൽ കീടനാശിനിയുടെ അംശം ഉണ്ടായിരുന്നു, അവർ അറിഞ്ഞില്ല, കുടിച്ചു, അവരെല്ലാവരും മരിച്ചു. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ സംഭവിക്കാൻ വഴിയുണ്ട്. ഒരുപാട് മാലിന്യം കലരപ്പെട്ടാൽ എന്താണ്, ഭൂഗർഭ ജലത്തിൽ മാലിന്യത്തിൻ്റെ അംശം വന്നു കഴിഞ്ഞാലും ആ പ്രശ്നം വരും. ഈ പറഞ്ഞ കണക്ക് കെമിക്കലിൻ്റെ കാര്യം കൊണ്ടാണ്. അപ്പോൾ എന്താ പറയുന്നത്, അതുകൊണ്ട് പ്രകൃതിക്ക് വിഘടിപ്പിക്കാൻ പറ്റാത്ത ഇത്തരം വസ്തുക്കൾ കുമിഞ്ഞു കൂടുന്നത് ജീവൻ്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. അതിനാൽ പ്രകൃതിക്ക് വിഘടിപ്പിക്കാൻ പറ്റാത്ത വസ്തുക്കളും പ്രകൃതിയെ മലിനമാക്കുന്ന രാസവസ്തുക്കളും പരമാവധി പ്രകൃതി സൗഹൃദ വസ്തുക്കളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത്. നമ്മൾ പാഠം കഴിഞ്ഞു, അതാണ് നമ്മളിങ്ങനെ ഫിലോസഫി പറയുന്നത്. നമ്മൾ പാഠത്തിൻ്റെ ആദ്യം കുറേ കഥ പറയും, പിന്നെ നമ്മൾ അവസാനം ആകുമ്പോൾ എന്താണ്, പിന്നെ നമ്മൾ ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് നമ്മളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് നിർദ്ദേശങ്ങളും നമ്മളിത് ചിന്തിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ എന്തൊക്കെ പഠിച്ചു? പ്രകൃതിയിലെ മാറ്റങ്ങളെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചു, ഭൗതിക മാറ്റങ്ങൾ, രാസമാറ്റങ്ങൾ. അതിൻ്റെ കാര്യം പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ ഭൗതിക മാറ്റം, രാസമാറ്റം. അത് പ്രധാനമായിട്ട് എങ്ങനെയാണ്? ഭൗതിക മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തിലാണ് മാറ്റം വരുന്നത്? ഭൗതിക മാറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് അവസ്ഥയിൽ ചെറിയ മാറ്റം വരുന്നുള്ളൂ. തന്മാത്രാ ക്രമീകരണത്തിലെ മാറ്റമാണ്, താൽക്കാലിക മാറ്റമാണ്. അതെന്ത് ചെയ്യും, പഴയ ജീവിതത്തിലേക്ക് മാറ്റാം. പക്ഷേ രാസമാറ്റം എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള മാറ്റമാണ്, പുതിയ പദാർത്ഥം ഉണ്ടാകുന്നുണ്ട്. അത് എന്താണ്, തന്മാത്രയിൽ വരുന്ന മാറ്റമൊന്നുമല്ല, പുതിയതായിട്ട് ഒരെണ്ണം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഇനി രാസമാറ്റങ്ങളെ താപരാസപ്രവർത്തനങ്ങൾ, പ്രകാശരാസപ്രവർത്തനങ്ങൾ, വൈദ്യുത രാസപ്രവർത്തനങ്ങൾ എന്ന് തിരിക്കാം. അത് നമ്മൾ പഠിച്ചു. ഇനി രണ്ട് ടൈപ്പ് ഉണ്ട്. താപമോചകം എന്ന് പറഞ്ഞാൽ താപം പുറത്തുവിടുന്ന പ്രവർത്തനങ്ങളും, താപ ആഗിരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ താപത്തെ സ്വീകരിക്കുന്ന പ്രവർത്തനങ്ങളുമാണ്. വൈദ്യുത രാസ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്, വൈദ്യുതിയുടെ സ്രോതസ്സുകളാണ് വൈദ്യുത രാസ സെല്ലുകൾ. അതിലൊരു 3-4 ടൈപ്പ് വൈദ്യുത രാസ സെല്ലുകൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അതിന് പിന്നെ വൈദ്യുത രാസ സെല്ല് നമ്മൾ ഒരെണ്ണേ പഠിച്ചോളൂ അല്ലേ, സെല്ലുകളല്ലേ പല ടൈപ്പ് പഠിച്ചത്. ഓക്കെ. അപ്പോൾ വിവിധ വസ്തുക്കളിൽ വൈദ്യുത ലേപനം നടത്തുന്നത് എങ്ങനെയാണെന്ന്, അത് എങ്ങനെയാണ്, നമ്മൾ ഏതാണോ നമുക്ക് പൂശേണ്ടത്, എവിടെ ആ വളയല്ലേ, വള പൂശിയ കഥയാണ്. അതെങ്ങനെ ഈ പിള്ളേരുടെ കേസിൽ ചോദിക്കുന്ന കണ്ടിട്ടുണ്ട്. അതായത് വളയാണ് പൂശേണ്ടത്, ഏതാണോ പൂശേണ്ടത് അത് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ട് വെക്കും. ഇനി എന്താണോ പൂശേണ്ടത് അതിനെ പോസിറ്റീവ് ഇലക്ട്രോഡായിട്ട് വെക്കും. പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഈ പോസിറ്റീവ് ടെർമിനലുമായിട്ടായിരിക്കും കണക്ട് ചെയ്യുന്നത് അതിനെ. അപ്പോൾ അതിനെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയും. ഓക്കെ, ഇത് നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് ആരെ കണക്ട് ചെയ്തേക്കുന്നത്, ഈ ഒരു സെക്ഷനെ കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതിലാണോ പൂശേണ്ടത്, അപ്പം വളയിലാണ് പൂശേണ്ടെങ്കിൽ വള എന്തിൽ വെക്കണം, നെഗറ്റീവ് ടെർമിനലിൻ്റെ സെക്ഷനിൽ വെക്കണം. ഇതിൽ എന്താണ്, നമുക്ക് എന്താണോ പൂശേണ്ടത് അതെവിടെ വെക്കണം, അത് പോസിറ്റീവ് ടെർമിനലിൽ വെക്കണം. ഇനി ഇതിൻ്റെ രണ്ടിനെയും കൂടെ മീൻസ് ഈ ഏതാണോ പൂശേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഇലക്ട്രോലൈറ്റ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. നമുക്ക് കോപ്പർ പൂശണമെങ്കിൽ കോപ്പർ സൾഫേറ്റ് എടുത്ത് യൂസ് ചെയ്യണം. ഇപ്പോൾ സിൽവർ പൂശാനാണ് സിൽവർ സയനൈഡിനെയും സോഡിയം സയനൈഡിനെയും മിശ്രിതം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പഠിച്ചു. പിന്നെന്തോ പഠിച്ചേ? അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ പരിസ്ഥിതി മലിനീകരണം ഒഴിവാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ എന്താണ്, വിലയിരുത്തി ഉത്തരം എഴുതാനൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. താപം വരുന്നത്, താപം വരാത്തത്, ഉൽപ്പന്നം ഏത്, ഉൽപ്പന്നം ഏത്, അതിൻ്റെ അഭികാരം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ കാൽസ്യം കാർബണേറ്റ് താപം സ്വീകരിച്ച് കാൽസ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ആവുന്നു. കാൽസ്യം ഓക്സൈഡ് ജലമായി പ്രവർത്തിച്ച് കാൽസ്യം ഹൈഡ്രോക്സൈഡും താപമായിട്ട് മാറുന്നു. ഓരോ പ്രവർത്തനത്തിലും അഭികാരങ്ങളും ഉൽപ്പന്നങ്ങളും എഴുതാമല്ലോ. ഈ സൈഡിലുള്ള അഭികാരം, അപ്പുറത്ത് ഉൽപ്പന്നം, ഇവിടെ അഭികാരം, ഇത് ഉൽപ്പന്നം. പ്രവർത്തനങ്ങളിൽ താപ ആഗിരണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ എന്താണ്, ആഗിരണം ചെയ്തതാണ്, ഇതല്ലേ താപം സ്വീകരിച്ചത്, അപ്പോൾ അതാണ് താപ ആഗിരണ പ്രവർത്തനം. താപം മോചക പ്രവർത്തനം എന്ന് പറഞ്ഞാൽ രണ്ടാമത് കിടക്കുന്നതാണ്. ഇനി അപ്പോൾ അതിൽ ഊർജ്ജമാറ്റം കണ്ടെത്തി രാസപ്രവർത്തനത്തിന് എഴുതാം. മെഴുകുതിരി കത്തുന്നു, രാസപ്രവർത്തനം നൽകിയിരിക്കുന്ന വില ഊർജ്ജമാറ്റം കണ്ടെത്തി ഏത് രാസപ്രവർത്തനമാണെന്ന് എഴുതാൻ. അതായത്
മെഴുകുതിരി കത്തുമ്പോൾ പ്രകാശമാണല്ലോ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രകാശ രാസപ്രവർത്തനമാണ്. മിന്നാമിനുങ്ങിൻ്റെത് പ്രകാശം തന്നെ, പ്രകാശ രാസപ്രവർത്തനം. ചെമ്പു, വള, സ്വർണം പൂശുന്നതിന് നമ്മൾ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്, വൈദ്യുത രാസപ്രവർത്തനമാണ്. ഇനി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള രാസപ്രവർത്തനം. പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും താപ രാസപ്രവർത്തനം കണ്ടാണ്. ഇനി ഇന്ധനം കത്തുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? താപമാണ് പുറത്തു വരുന്നത്, അത് താപരാസപ്രവർത്തനമാണ്. അങ്ങനെ കുറച്ച് കഥയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. ഓക്കെ അല്ലേ? ഈ റിപ്പീറ്റ് ചെയ്ത് പറയണ്ടല്ലോ, നമ്മൾ റൗണ്ട് പറഞ്ഞതാണ്. ഒരുപാട് കാര്യങ്ങളില്ല, ആകെ രാസപ്രവർത്തനങ്ങൾ 3 ടൈപ്പ്. ഒരു താപരാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം, അതുപോലെ പ്രകാശ രാസപ്രവർത്തനം. വൈദ്യുത സെല്ല് ഒന്നുകൂടെ ഒന്ന് നോക്കി വെച്ചേക്കണം. സ്കൂൾ ക്ലാസ്സിന് വൈദ്യുത സെല്ലിൽ നിന്നാണ് കൂടുതലൊക്കെ വരുന്നതെന്ന് തോന്നുന്നു. പിന്നെ അല്ലാതെയുള്ള നമുക്കാണെങ്കിൽ എന്താണ്, നമുക്ക് PSC കാർക്കാണെങ്കിൽ ജനറലി ഐഡിയ ഉണ്ടാക്കി വെക്കുക എന്താണ് താപ രാസപ്രവർത്തനം, വൈദ്യുത രാസപ്രവർത്തനം, അങ്ങനെയൊക്കെ ഉള്ള ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള ഐഡിയ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ ലേണിംഗ് വിത്ത് മീ.